ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈങ് കാർ അല്ലേ, ഇതിനെ പറ്റി നോക്കിനോ? അത് ഭയങ്കര ക്യൂരിയസ് ആണ് കാണുമ്പോഴും കേൾക്കുമ്പോഴും. കാരണം നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ മൂവിയിലൊക്കെ കാണുന്ന പോലെ പറക്കുന്ന കാറുകൾ, ആ ഒരു ഡ്രീം യാഥാർത്ഥ്യമാവുന്ന പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇത് ഒരു ഡമ്മി പ്രൊജക്റ്റ് അല്ല. ബേസിക്കലി 2025 എൻഡിൽ ഇവരിത് പബ്ലിക്കിന് അവൈലബിൾ ആക്കാൻ പോവാണ്. ഇതിന്റെ പ്രൊഡക്ഷൻസ് ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ പ്രീ ഓർഡർ നടക്കുന്നുണ്ട്. $150 നോർമൽ നമുക്ക് പ്രീ ഓർഡർ ചെയ്യാം. അതല്ല പ്രയോറിറ്റി ആയിട്ടാണെങ്കിൽ $1500 കൊടുത്താൽ US ഇത് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റും. ഇവരിപ്പോൾ വെയിറ്റ് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ അടുത്ത് ഒരു പെർമിഷൻ വേണമല്ലോ. നമ്മൾ വണ്ടി മേടിച്ച് ചുമ്മാ റോട്ടിൽ കൂടെ ഓടിക്കുന്ന പോലെ അല്ലല്ലോ എയറിൽ ഓടിക്കുന്നത്. ബിൽഡിങ്ങിൽ പോയി ഇടിക്കാം, അല്ലെങ്കിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കാം. അപ്പോൾ അതുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോളിൻ്റെ സൈഡിൽ നിന്നും ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ഒരു പെർമിഷന് വേണ്ടി മാത്രം വെയിറ്റിംഗ്. ഇതിന്റെ മാനുഫാക്ചറിങ് സൈഡും R&D ടെക്നോളജി സൈഡ് ഓൾറെഡി ഫുള്ളി ഡെവലപ്ഡ് ആണ്. ഓക്കെ, FAAന്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ലൈസൻസ് കിട്ടിയിരിക്കണം പറത്താൻ വേണ്ടി, പക്ഷെ അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് നമുക്ക് ലാൻഡിങ്ങിനും പൊന്താനും ഒക്കെ ഒരു റൺവേ കാര്യങ്ങളൊക്കെ വേണം. ഇത് അങ്ങനെയല്ല. ഡ്രോണ് പൊങ്ങുന്ന പോലെ വെർട്ടിക്കലി പൊന്തും. അതേപോലെ തന്നെ ഇതിന് സ്പീഡ് എന്ന് പറഞ്ഞാൽ 177 km/h സ്പീഡിൽ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് എയറിൽ. ഗ്രൗണ്ടിൽ അത്രയല്ല, ഗ്രൗണ്ടിൽ 40 km/h ഉള്ളൂ. പക്ഷേ എയറിൽ 177 km/h പോകാനും ഒരു വൺ ചാർജിൽ അവർക്ക് ഈ കാറിന് 320 km പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിന്റെ ബാറ്ററിക്ക്. ഇവരെന്താ പറയുന്നാരോ, ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞ റോട്ടിൽ 40 km/h കിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് ലോങ് ട്രാവലിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ സിറ്റിക്ക് പോകാനോ എന്നുള്ള രീതിയിലല്ല. ബേസിക്കലി സിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനും ട്രാഫിക് ഒഴിവാക്കാനും പെട്ടെന്ന് ഓഫീസിൽ പോകാനും സ്കൂളിൽ പോകാനും അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ കമ്മ്യൂട്ട് ഈസി ആക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് എന്നുള്ള രീതിയിലാണ് അവർ പറക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ഞാൻ പറയുള്ളൂ. അതായത് ഈ കാർ എത്ര മെച്യൂർ ആയി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ കാർ ഇറങ്ങിയാൽ തന്നെ നമ്മൾ ചിലപ്പോൾ പല ന്യൂസുകളും കാർ ഇത് മെച്യൂർ അല്ല, അങ്ങനെയല്ല. പക്ഷേ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ നിന്ന് ഇനി പല പുതിയ പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ ഇത് പല രീതിയിൽ ഇവോൾവ് ആയി വരും. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ടത്. വി ആർ ഓൾറെഡി ഇൻ ദ ഫ്യൂച്ചർ.